ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയ അപ്ഡേഷന് ശേഷം ഈ ഫുട്ബോൾ എങ്ങനെ ഒരു അടിപൊളി പ്രോ പ്ലെയർ സെറ്റിങ്സ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഡയറക്റ്റ് നമ്മൾ അടിപൊളി വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. സോ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്ലെയർ സെറ്റിങ്സ് എടുക്കുക. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് അസിസ്റ്റ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സെറ്റിങ്സ് ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഫീച്ചറാണ്. ഓൺ ഓഫ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓണാക്കി കളിച്ചാൽ ഗെയിം പ്ലേയിൽ AI കൂടി നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്യും ഡിഫെൻസിൽ. അതുപോലെ തന്നെ പാസ് കൊടുക്കുമ്പോൾ ലോഫ്റ്റഡ് വേണോ, അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പാസ് വേണോ എന്ന കാര്യത്തിൽ AIയുടെ കൺട്രോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്യാതെ തന്നെ AI ക്ലിയർ ചെയ്യുന്നതാണ്. അതായത് ഡിഫെൻസിൽ വരുന്ന ബാൾ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള ബാൾസ് AI തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അടുത്തൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിബിൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡാഷ്ബോർഡ് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് നമ്മൾ ട്രിബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്കില്ല് അല്ലെങ്കിൽ കട്ടിങ്ങോ ഒക്കെ ഓട്ടോമാറ്റിക്കായി പ്ലെയർ ചെയ്യുന്നുണ്ടാകും. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CFൻ്റെ മുന്നിൽ ഗോളി മാത്രം ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷോട്ട് കൊടുത്താൽ തന്നെ AI അത് ഓട്ടോമാറ്റിക്കായി സ്റ്റണ്ണിങ് ഷോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് ഗോളാകാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടറായിട്ടുള്ള ത്രൂ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ടൈമിൽ AI ലോഫ്റ്ററായിട്ടുള്ള ത്രൂ പാസും കാര്യങ്ങളും കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ബാൾ നമുക്ക് കിട്ടാതെ വരികയും ആ ഒരു പാസ് നമുക്ക് കൺട്രോൾ കിട്ടാതെ ബാളും കാര്യങ്ങളും മിസ്സാകാനുള്ള ഒരു ചാൻസും ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതിലൂടെ നമുക്ക് നെഗറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് ഈ ഒരു സെറ്റിങ്സ് സെറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും പറഞ്ഞു തന്നത്. സോ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റിങ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. സോ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.